വീടാണ്. മോളെ ലിസനെ, 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 ലിസനെ. ഇത് മോളുടെ പപ്പയാ. മോളെ, 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 മോളുടെ പപ്പയാ. മോളെ, 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 മോളുടെ പപ്പ ഇവിടെ ഉണ്ട്. മോളെ ആരും ഒന്നും ചെയ്യില്ല. എന്നെ പപ്പ. മോളെ, ചേച്ചിയോ മോളെ, ലിസ മോളെ. മോളെ, മോളെ, മോളിപ്പോ നമ്മുടെ വീട്ടിലാ. നോക്കി, ട്രീസ ചേച്ചിയും ഷേർലി ചേച്ചിനൊക്കെ കണ്ടില്ലേ? നോക്കി മോളെ, 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 നോക്കി, എല്ലാവരും ഉണ്ട്. പപ്പ എങ്ങും പോകില്ല. എന്റെ മോളെ പപ്പിന് എങ്ങും പോകില്ല. എന്റെ മോളെ മോളെ വിട്ട് എങ്ങും പോകില്ല. മോളെ വിട്ട് എങ്ങും പോകില്ല. നമ്മൾ ഇവിടുന്ന് ദൂരത്തൊരു സ്ഥലത്തേക്ക് താമസം മാറും. എന്നിട്ട് അവിടെ നല്ലൊരു സ്കൂളിൽ ലിസമോളെ ചേർക്കും. അവിടെ ആരും മോളെ തിരിച്ചറിയത്തില്ല. അപ്പൊ പിന്നെ ആരും കളിയാക്കത്തുമില്ല, കമന്റ് അടിക്കത്തുമില്ല. മോളപ്പ എന്താ വേണ്ടേ? കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലവണ്ണം പഠിച്ച് പപ്പ മോഹിച്ചു പോലൊരു ഡോക്ടർ ആവണം. മോൾ ഇങ്ങനെ മിണ്ടാണ്ട് പറയാണ്ടൊക്കെ ഇരുന്ന പപ്പയ്ക്ക് വിഷമാവില്ലേ? നമ്മുടെ പപ്പ പാവല്ലേ? പപ്പ നമുക്ക് വേണ്ടി എന്തോരാ കഷ്ടപ്പെടുന്നേ. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? പപ്പയെ വിഷമിപ്പിക്കരുത്. അവൾ എനിക്ക് അനിയത്തിയല്ല, മോളാ മോള്. അവളുടെ ജീവിതം തകർത്ത ഒരുത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല. വളത്തിനേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത്തിരി കുറവ്. അവളുടെ അമ്മയുണ്ടല്ലോ, മരിച്ചോ എന്റെ അമ്മായി അമ്മ. അവരാരാ? അവരുടെ തറവാട് ഏതാണെന്നറിയാവോ? കൃപ്പാമ്പിള്ളി തെക്കേതിൽ അന്വേഷിച്ചു നോക്ക്. തിരുവല്ല ചെങ്ങന്നൂര് ഭാഗത്ത് ഇത്രയും പഴക്കമുള്ള ഒരു കത്തോലിക്ക കുടുംബം വേറെ ഇല്ല. എന്റെ അപ്പനപ്പൂപ്പന്മാര് കത്തോലിക്കക്കാരായിരുന്നു. ഇടക്ക് ആർക്കോ ദൈവവിളി തോന്നിയിട്ടാ ഈ സഭയിലോട്ട് ചേർന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായ പോരെ അല്ലേ ജോണിക്കുട്ടി? മനുഷ്യൻ നന്നാവണമല്ലോ, പക്ഷെ അതിനെന്തോ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഉരുള സാർ ഇങ്ങോട്ട് വരട്ടെ. സാറ് വന്നിട്ട് നേരിട്ട് പറയും ജോണിക്കുട്ടിയോട് കാര്യങ്ങൾ. അയ്യോ, സാർ എപ്പോഴേ വന്നു? അപ്പുറത്തെ റൂമിലുണ്ട്, വിളിക്കട്ടെ? എന്താ പേര് പറഞ്ഞത്? ജിബു. പോയി വീലിയടാ ജിബു. ഒരെണ്ണം ഒഴുക്കി. നമസ്കാരം. 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 സാറ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു കാണുന്നോ? എന്ത് വർത്താനം എന്റെ ജോണിക്കുട്ടി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞാൻ ഇതിന്റെ പേരിൽ എന്ത് ഒച്ചപ്പാടുണ്ടാക്കിയതാ? മനസാക്ഷിയുള്ളവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ സാറേ, ആ പെങ്കൊച്ചിനെ കണ്ടാ ചങ്ക് പൊട്ടിപ്പോവും. എങ്ങനെ സഹിക്കും സാറേ? ജോണിക്കുട്ടി കരയാതെ, ഒക്കെ ശരിയാവും. ജോണിക്കുട്ടിയുടെ സസ്പെൻഷൻ എന്തായി? ഒന്നും ആയില്ല സാറേ, അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മത്സരം അറിഞ്ഞ കാര്യമല്ല, ബാറ്ററി പോയെന്നുള്ള സത്യമാണ്. ജോണിക്കുട്ടി, എന്തോ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ആ സസ്പെൻഷൻ പിൻവലിച്ചു കിട്ടിയ വലിയ ഉപകാരമായിരിക്കും അല്ലേ? ഉപകാരമായിരിക്കുമെന്നോ? എന്റെ പൊന്നു സാറേ, മരിച്ചാലും ഞാൻ ഈ കടപ്പാട് മറക്കത്തില്ല. ഞാൻ ജോണിക്കുട്ടിക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോ തിരിച്ചെനിക്കും ചിലത് പ്രതീക്ഷിക്കാലോ. ആ 36 പേരുടെ കൂട്ടത്തിൽ സാറും ഉണ്ടല്ലേ? പക്ഷെ കൊച്ചിതുവരെ സാറിന്റെ പേര് പറഞ്ഞിട്ടില്ലട്ടോ. സത്യം. അസമ്മതം പറയുന്നു. പിന്നെന്താ സാറേ എന്നെ കൊണ്ട് കാര്യം? ഒരു കാര്യമില്ലാതെ സാറുമാര് ബ്രാൻഡ് വാങ്ങി തരത്തില്ല. നമ്മുടെ പാർട്ടിക്കാര് പിള്ളേര് വല്ലവരും ഉണ്ടോ? ഏയ്, നമ്മുടെ പാർട്ടിക്കാരൊന്നും അത്രക്കാരല്ല. അതെനിക്കറിയാം. നമ്മുടെ പാർട്ടിക്ക് ഡീസന്റ് പാർട്ടി എന്നൊരു പേര് കൂടി ഉണ്ടല്ലോ. ജോണിക്കുട്ടി ഇയാൾ അറിയോ? പിന്നെ സാബു നെടുങ്കണ്ടം സാറിന്റെ പാർട്ടിക്കാരനല്ലേ? നല്ല തങ്കം പോലത്തെ മനുഷ്യനാ സാറേ. ജോണിക്കുട്ടിക്ക് അറിയാലോ, കഴിഞ്ഞ 5 വർഷം വരെ ഞാനാണ് ഇവിടുത്തെ MLA. പക്ഷെ ഇപ്രാവശ്യം സഭക്കാര് നെടുങ്കണ്ടം സാബുവിനെയാ സപ്പോർട്ട് ചെയ്യാൻ പോണത്. ഞാനൊരു പുരോഗമനാശയക്കാരനും പള്ളിക്കും പട്ടക്കാർക്കും കുറച്ച് എതിരുമായിപ്പോയി. അതാ പറ്റിയത്. സാർ ഈ ചരിത്രവും പൗരോർമ്മൊന്നും പറയണ്ട. ഞാനിപ്പോ എന്നതാ ചെയ്യേണ്ടത്? പേരറിയാൻ പറ്റാത്ത ചിലര് ദ്രോഹിച്ചിട്ടുണ്ടെന്നല്ലേ അന്ന് ലിസമ്മ പോലീസിനോട് പറഞ്ഞത്? അതെ. ആ കൂട്ടത്തിൽ ഈ സാബുവിന്റെ പേരൂടെ ഉൾപ്പെടുത്തണം. സാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ പിന്നെ സീറ്റ് എനിക്ക് എന്നെ കിട്ടും. അങ്ങനെ ഉണ്ടായ ജോണിക്കുട്ടിയുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ മാത്രമല്ല, വീട് പണി തീർക്കാനുള്ള കാശ് ഞാൻ തരും.
സാർ ഒരു പുരോഗമന ആശയക്കാരനായതുകൊണ്ട് ഞാനിത് ചെയ്തു തരാം. സോറി, വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. മിടുക്കാൻ. പോലീസ് മാമൻ ഇപ്പൊ ജയിക്കുന്ന കണ്ടോണേ. ഓം ക്രീം ക്രൂം ശ്രും. നാല് നാല് നാല്. ഇനി ചേട്ടൻ കളിക്കാം. മോളോട്ട് കളിക്കുന്നോ? ഇത് കഴിഞ്ഞിട്ട് കളിക്കണം കേട്ടോ. മോള് ജയിക്കാൻ പോന്നേ. രണ്ട്. ഇനി മാമന്റെ കളിയേ. ഷേർലി കുഞ്ഞിന്റെ ഫോട്ടോയാ ഇതിവിടെ തരാൻ അവരെന്നെ ഏൽപ്പിച്ചതാ. പയ്യന്റെ 1-2 ഫോട്ടോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ അതൊന്നും ചോദിക്കണ്ട, പിന്നെ എത്തിക്കാൻ വാവച്ച. ആയിക്കോട്ടെ, വാവച്ചനൊന്നും അതൊന്നും വേണ്ട സമൽ സാറേ. വെച്ചോ, വാവച്ചന് ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതാ. കേസും വഴക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. നല്ല സ്റ്റൈലൻ ആലോചനയായിട്ട് ഞാൻ വരും. എന്നാ പിന്നെ നിർത്തണ്ട. മോള് കണ്ടോ, വാവച്ചൻ വന്നത് കല്യാണം സെപ്റ്റംബർ നടത്തണമെന്ന് പറയാനാ. തീയതി അവർ നിശ്ചയിച്ചറിയിക്കും. ഈ കളി മാമനാണ് ജയിച്ചത്. ഇനി മോള് കളിക്ക്. മോള് കളിക്ക്. അങ്ങനെ. നമസ്കാരം സാർ. വേണ്ട വേണ്ട, ഇരുന്നെടുത്ത് ഞാൻ കയറിക്കോളാം. മോളെ, ദേ പാവക്കുട്ടി. മാറിപ്പോയി, പൈലും കുപ്പിയാ. എന്റെ അമ്മച്ചി തോക്ക. ഇതാരാ അളിയനാ? ജോലിക്കും പണിക്കും പോകാതെ ഇങ്ങനെ കറങ്ങി നടന്നോ? എന്തെങ്കിലും ജോലിക്ക് പോടാ. എന്തായി സസ്പെൻഷൻ? ആദ്യം സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടാക്കി, എന്നിട്ട് ആണുങ്ങളെ പോലെ സസ്പെൻഷൻ മേടിക്കട്ടാ, എന്നിട്ട് സംസാരിക്കും. കർത്താവേ സ്തോത്രം. ഞാൻ അങ്ങോട്ട് അകത്തേക്ക്. അയ്യാ, നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഞങ്ങൾ എവിടെയൊന്നും ഓർക്കാതിരിക്കാൻ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ ഇല്ലാത്ത ഒരാളുടെ പേരും കൂടെ പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ സസ്പെൻഷൻ ഇപ്പൊ പിൻവലിക്കണ്ട. നിനക്കല്ലേലും ഞാൻ ജോലിക്ക് തിരിച്ചു കയറണമെന്നോ രക്ഷപ്പെടണമെന്നോ ഇല്ലല്ലോ. കേട്ടവരൊക്കെ പറയുന്നത് ദൈവം തമ്പുരാനായിട്ടൊരു അവസരം കൊണ്ട് തന്നുന്നാ. രൂപ 1 2 അല്ല, 2 ലക്ഷമാ. 2 lakhs. ജോണിച്ചായ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഈ കാര്യം ഇവിടെ മിണ്ടി പോരുത്. നിങ്ങളുടെ ചോരക്കുണ്ടായത് ഒരു പെങ്കുഞ്ഞ തന്നെ, അത് നിങ്ങൾ മറക്കണ്ട. അയ്യോ കർത്താവ്, ഇവിടെ എന്താ ഈ പറയണത്? അത് ട്രീസ്, നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? എടി, ഇപ്പൊ ഇതിൽ എന്തോ നഷ്ടമാ നമുക്ക് ഉണ്ടാകാൻ പോണത്, അല്ലെങ്കിൽ ലിസമൊക്കെ ഉണ്ടാകാൻ പോണത്. നീ അതൊക്കെ അവിടെ നിന്ന് വെച്ചേ. 36 പേരുടെ പേര് എന്തായാലും പറയണം. അതിൽ ദിയാന്റെ പേര് കൂടി പറഞ്ഞൂടെ? കർത്താവേ, കല്യാണ പെണ്ണങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുന്ദരി ആവണോട്ടാ. കല്യാണൊക്കെ അടുത്ത് വരിക. അയ്യോ പാവം. അത് കത്തി മാറ്റി വെക്ക്, ഞാൻ പോയിട്ട് വരാം. ലിസബോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലേ. ജോണിക്കുട്ടിച്ചായൻ ലിസമോളുടെ കാര്യം ഓർത്ത് എന്നും വൈകിട്ട് കുറെ നേരം കരയും. പകല് കരയാൻ ജോണിക്കുട്ടിച്ചായന് നേരില്ലല്ലോ. മോളറിഞ്ഞില്ലേ, ഈ ജോണിച്ചായൻ സസ്പെൻഷനില്ല. മോൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ജോണിക്കുട്ടിച്ചായൻ പണ്ട് ഇടുക്കിയിൽ സർക്കസ് കാണാൻ കൊണ്ടുപോയത്, ജംബോ സർക്കസ്. അന്ന് മോള് ബസ്സിൽ വെച്ച് വാള് വെച്ചു, ഛർദിച്ചേ. എന്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ലിസമോൾ എനിക്ക് മൂത്ത മോളെ പോലെയാ. ആ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ അവന്റെയൊക്കെ തലയിൽ വെള്ളിടി വെട്ടട്ടെ. മോള് നോക്കിയ ഇതാരാണെന്ന്? നെടുങ്കണ്ടൻ സാബു, നേതാവാ. പേര് കൊടുത്തു വെച്ചോ, കോടതി പറയാനുള്ളതാ. നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞാ ജോണിച്ചായന്റെ സസ്പെൻഷനും പിൻവലിക്കും, 2 ലക്ഷം രൂപയും കിട്ടും. പേര് മറക്കണ്ട, നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. ഉദാഹരണത്തിനൊരു അപ്പുക്കുട്ടൻ ഉണ്ടെന്നിരിക്കട്ടെ, അതിന് പകരം നെടുങ്കണ്ടൻ സാബു 34 വയസ്സ്. മാറ്റി പറയുന്നത് ഒരു പേര്, നമുക്ക് കിട്ടുന്നതോ ഒരു പുതിയ ജീവിതം. കേസിൽപ്പെട്ട ഒരുത്തിനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ, ഇല്ലാത്ത ഒരുത്തിനെ ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമുക്കെന്താ ഛേദം? ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല. സീനിയോറിറ്റി ഒന്നും വേണ്ട,
അവസാനത്തെ പേരായിട്ട് പറഞ്ഞാ മതി. നെടുങ്കണ്ടൻ സാബ് 34 വയസ്സ്. പറയൂലേ? അല്ല, അല്ല, ഞാൻ ഇനി നീ ഈ മുറ്റത്ത് കാലുത്തി പോയത് ഞാൻ എന്നെ തല്ലിയല്ലേ? സാറന്മാര് പറ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തായാലും 36 പേരുടെ പേര് ആ പെണ്ണ് പറയണം. ഇല്ലെങ്കിൽ താത്ത പറയണ പോലെ സാറന്മാർ അവളെ കൊണ്ട് പറയിപ്പിക്കും. ആരെ രക്ഷപ്പെടുത്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ ജോണിക്കുട്ടി പറയുന്നേക്ക് നീ പോ. നീ പോളെ, ഞാൻ പൊക്കോളാം. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ കാല് കുത്തത്തില്ല. കൊച്ചിനെടുത്തോണ്ട് ഇറങ്ങി വാടി. ഇനി ഇങ്ങനെ ഒരു പപ്പയില്ല, ഒരു ബന്ധമില്ല. ഇറങ്ങി 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 വാടി. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. വരുന്നില്ലെന്ന അനിയത്തി പെണ്ണിനെ പോലെ നീ നാട് ഇറങ്ങാൻ പോവുക. വലിച്ചു കീറിഞ്ഞാൻ. ജോണിക്കുട്ടി എന്നോട് പോനാ പറഞ്ഞേ. അതേടാ, ഞാൻ പോകാം. എന്നാലല്ലേ നിന്റെ ഡിങ്കോലാപ്പി ഇവിടെ നടക്കത്തുള്ളൂ. ഏതൊരിപ്പിടിയാണ് നീ ചാപ്പ കുത്തിയിരിക്കുന്നത്? രണ്ടാമത്തേനെ അല്ലെങ്കിൽ ഇളയതിനെ അല്ലെങ്കിൽ എന്റെ കെട്ടിയോളെ? കാണിക്കുന്നേ ചുമ്മാ ഇരുന്നേ. അങ്ങോട്ട് പോയേ. വേണ്ട വേണ്ടെന്ന് വെച്ചാ സമ്മതിക്കല്ല.